ഹായ് ഫ്രണ്ട്സ്, ഇതേപോലുള്ള വൈറ്റ് ബോർഡ് ആനിമേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ ശ്രമിക്കുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ബെനീം എന്നാണ് ആപ്പിൻ്റെ പേര്. ഈ ഒരു ആപ്പാണ് ബെനീം എന്നുള്ള ഈ വൈറ്റ് ബോർഡ് ആനിമേഷൻ ക്രിയേറ്റർ. ഈ ഒരു ആപ്പാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകാം. ഇത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓപ്പൺ എന്നുള്ളത് പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഹോം പേജ് ഉണ്ടാവുക. ബൈ പ്രോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. പ്രോ മോഡാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഹോം സ്ക്രീൻ ഇതാണ്. അപ്പോൾ ഇവിടെ പുതുതായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പുതിയൊരു വൈറ്റ് ബോർഡ് ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പ്ലസ് എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം തന്നെ നെയിം യുവർ മൂവി എന്നാണ്. അപ്പോൾ ഞാനിവിടെ സ്കൂളിൻ്റെ നെയിം കൊടുക്കുകയാണ്. ഇവിടെ ചൂസ് ക്യാൻവാസ് സൈസ് എന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാൻവാസ് സൈസ് സെലക്ട് ചെയ്യാം. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാം, അതേപോലെ തന്നെ യൂട്യൂബ്, ഫേസ്ബുക്ക്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ക്യാൻവാസ് സൈസ് ഇവിടെ തരുന്നുണ്ട്. ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് ക്രിയേറ്റ് മൂവിന്ന് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ക്രീൻ ഉണ്ടാവുക. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ടെക്സ്റ്റും ഡ്രോയിങ്സൊക്കെ കൊടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ എനിക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് ചേഞ്ച് ചെയ്യേണ്ടത്. അതിനായിട്ട് BG എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുന്നു. ഞാനിവിടെയുള്ളൊരു ലൈറ്റ് ഷെയ്ഡ് കളർ കൊടുക്കുകയാണ്. ഓക്കെ പ്രസ് ചെയ്തു. അതിനുശേഷം ഞാനൊരു ടെക്സ്റ്റ് ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ടി എന്നുള്ളതൊന്ന് പ്രസ് ചെയ്തു. ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാം. ഞാൻ എൻ്റെ സ്കൂളിൻ്റെ നെയിമാണ് കൊടുക്കുന്നത്. ഇവിടെ ഇൻസേർട്ട് എന്നുള്ളത് പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഡിഫോൾട്ടായിട്ടുള്ളൊരു ഫോണ്ടിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഫോണ്ട് ചേഞ്ച് ചെയ്യാം. അതിനായിട്ട് ഇവിടെ താഴെ കാണുന്ന എ എന്നുള്ളതിലൊന്ന് പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഫോണ്ട് അവൈലബിൾ ആണ്. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ കളർ ചേഞ്ച് ചെയ്യാം. വേണ്ട ഒരു കളർ ഇവിടുന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ പ്രസ് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ സൈസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ആരോയിലൊന്ന് പ്രസ് ചെയ്യുന്നു. ഇനി അത് അലൈൻമെൻറ്റ് കൊടുക്കാൻ ഞാൻ സെൻറ്റർ അലൈൻമെൻറ്റ് കൊടുക്കുകയാണ്. ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെയുള്ള ഈ ഒരു പെൻ ഐക്കൺ യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രസ് ചെയ്തിട്ട് പെൻ ടൈപ്പ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ടിക്ക് എന്നുള്ളത് പ്രസ് ചെയ്യുന്നു. ഇനി ഞാൻ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇതിനെ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും മാറ്റാവുന്നതാണ്. ജസ്റ്റ് ഇതിലൊന്ന് പ്രസ് ചെയ്താൽ മതി. എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് മൂവ് ചെയ്യിക്കാം. അതിനുശേഷം ഞാനിതിന് താഴെ ഒരു ഡ്രോയിങ് കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ സ്റ്റിക്കർ എന്നുള്ള ഓപ്ഷൻ കാണാം. ആ സ്റ്റിക്കർ എന്നുള്ളതിലൊന്ന് പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ റീസെൻ്റായിട്ട് ഉപയോഗിച്ച പിക്ചേഴ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇമേജ് നിങ്ങളുടെ ഫോണിലുള്ളത് കൊടുക്കണമെങ്കിൽ ആഡ് ഇമേജ് എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്തിട്ട് നിങ്ങളുടെ ഫോണിലുള്ള ഏതെങ്കിലും ഇമേജ് നൽകണമെങ്കിൽ നിങ്ങൾക്കത് നൽകാം. ഇല്ലെങ്കിൽ ഈ ഒരു ആപ്പിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിലുള്ള ഏതെങ്കിലും ഡ്രോയിങ്സ് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ആദ്യം ഡ്രോയിങ്സ് എന്നുള്ളത് എടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം പല മോഡലിൽ. അപ്പോൾ ഞാൻ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഇത് എവിടെയാണോ വേണ്ടത് ആ രീതിയിൽ സെറ്റ് ചെയ്യാം. ഇനിയും സ്റ്റിക്കർ എന്നുള്ളത് പ്രസ് ചെയ്താൽ ഡ്രോയിങ്സ്, ഇവിടെയുള്ള ഡ്രോയിങ്സൊക്കെ നമുക്കതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പീപ്പിൾ എന്നെല്ലാം പറയുന്നത് ഇതെല്ലാം പ്രോ വേർഷന് മാത്രമേ ലഭിക്കുള്ളൂ. സ്കൂളിതും പ്രോ വേർഷനേ കിട്ടുള്ളൂ. ബിൽഡിങ്സ് ഇത് എല്ലാവർക്കും കിട്ടുന്ന സംഭവമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഡ്രോയിങ്സ് നോക്കിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് നെറ്റിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടോ വേണ്ട ഇമേജസ് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇത്രയും ചെയ്തു. ഇതിനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഏത് തരത്തിലുള്ള ഹാൻഡാണ് വേണ്ടതെന്നുള്ള ഇവിടുന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഹാൻഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇവിടെ പല മോഡലുണ്ട്, ഫെദർ, അങ്ങനത്തെ പല ഓപ്ഷൻ ഉണ്ട്. ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ഇവിടുന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് പ്ലേ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു മ്യൂസിക്കും വേണമെങ്കിൽ മ്യൂസിക് എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുന്നു. അപ്പം ഇത് വോയിസ് ഓവർ, നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന നിങ്ങളെ സൗണ്ടായിട്ടാണ് കേൾക്കേണ്ടതെങ്കിൽ, നിങ്ങൾ പറയുന്നതാണ് കേൾക്കേണ്ടതെങ്കിൽ ഇവിടെ വോയിസ് ഓവർ എന്നുള്ളിടത്ത് ഈ മൈക്കിലൊന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാം. ആ റെക്കോർഡ് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ ഈ ഒരു വീഡിയോയുടെ ആനിമേഷൻ്റെ കൂടെ വരിക. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മ്യൂസിക്കാണ് കൊടുക്കേണ്ടതെങ്കിൽ മ്യൂസിക് ട്രാക്ക് എന്നുള്ളത് പ്രസ് ചെയ്യുന്നു. ഇവിടെ നിങ്ങളുടെ ഫോണിലുള്ള ഏതെങ്കിലും മ്യൂസിക് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തേക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു മ്യൂസിക് എൻ്റെ ഫോണിലുള്ളത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിവിടെ ടിക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇത്രയും ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പുതുതായിട്ട് ഇനിയും നമുക്ക് പുതിയൊരു ക്യാൻവാസും കൂടി വേണമെങ്കിൽ ഇവിടെയുള്ള പ്ലസ് പ്രസ് ചെയ്താൽ മതി.
നമുക്ക് ബ്ലാങ്ക് ആയിട്ടൊരു ക്യാൻവാസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ക്യാൻവാസ് നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. ഈ ക്യാൻവാസിനും ഇതേ ബാക്ക്ഗ്രൗണ്ടാണുള്ളത്. നമുക്ക് എന്തൊക്കെയാണോ ടെക്സ്റ്റ് കൊടുക്കേണ്ടത് അതൊക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തതുപോലെ തന്നെ ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അതിനായിട്ട് ഇവിടെ മുകളിലുള്ള പ്ലേ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. ഇത് നമ്മുടെ സെക്കൻഡ് ക്യാൻവാസാണ്, അതിൽ നമ്മളൊന്നും കൊടുത്തിട്ടില്ല. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ സ്പീഡൊന്ന് കുറയ്ക്കണം. ഇത് കുറച്ച് സ്പീഡിലാണിപ്പോൾ എഴുതി വന്നത്. ഇതിൻ്റെ സ്പീഡ് കുറയ്ക്കണമെങ്കിൽ ജസ്റ്റ് ഇതിലൊന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ ഡിലേ, ഡ്യൂറേഷൻ, പോസ് എന്നുള്ളത് കാണാം. ഈ ഡ്യൂറേഷൻ എന്നുള്ളത് നമ്മളൊന്ന് ഒരു 4 എന്നുള്ള നമ്പർ കൊടുക്കുന്നു. അത്രയും കൊടുത്തിട്ട് നമ്മൾ ടിക്ക് കൊടുക്കുന്നു. അപ്പം ഈ ഒരു ഡ്യൂറേഷൻ വളരെ ചെറുതായിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അധികം സ്പീഡല്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഹാൻഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇഷ്ടമുള്ള ഹാൻഡ് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര ക്യാൻവാസ് വേണമെങ്കിലും ഇവിടെയുള്ള പ്ലസ് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ബേസിക് ആയിട്ടുള്ളത് വരുന്നത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഒരു വീഡിയോ ആക്കി മാറ്റുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കിത് ഷെയർ എന്നുള്ള ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുന്നു. അപ്പം മൂവി നെയിം എന്നുള്ളത് വരുന്നുണ്ട്. അപ്പം ഞാനിവിടെ സ്കൂളിൻ്റെ നെയിം തന്നെ കൊടുക്കുന്നു. ഇവിടെ മേക്ക് മൂവി എന്ന് കൊടുക്കുകയാണ്. ഇവിടെ റെൻഡറിങ് മൂവി എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇത് പ്ലേ മൂവി എന്നുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതേപോലെ ഷെയർ മൂവി എന്നുണ്ട്. ഷെയർ മൂവി എന്നുള്ളത് പ്രസ് ചെയ്താൽ നമുക്കിത് വാട്സാപ്പിലൂടെ ഷെയർ ചെയ്യാൻ പറ്റും. വാട്സാപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആർക്കാണ് ഇത് ഷെയർ ചെയ്യേണ്ടത്, അപ്പോൾ അങ്ങനെ ഇവർക്കത് ഷെയർ ചെയ്യുന്നുണ്ടാവും. ഇത് നമ്മൾ സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ വേറെ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. സേവ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഇവിടെ ഡു യു വാണ്ട് ടു സേവ് യുവർ പ്രൊജക്റ്റ് യെസ് എന്ന് കൊടുത്തു. അപ്പം ഇത് സക്സസ്ഫുള്ളി സേവ്ഡ് എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. താങ്ക് യു.